subscribe now and press the bell icon. Never miss an update. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായി ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മാക്സിമം പേർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ആഗസ്റ്റിൽ തന്നെ അടുത്ത CSCB നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവർ ഒട്ടും നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ ഒരു അവസരമാണ്. അതുകൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ ശ്രമം ആരംഭിക്കുക. ആഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ 3-4 മാസത്തിനുള്ളിൽ തന്നെ എക്സാമും ഉണ്ടാകും. അതുകൊണ്ട് ഇനി തീരെ സമയമില്ല. ബുക്കുകൾ മടക്കി വെക്കാതെ നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ചോദ്യപേപ്പറിലേക്ക് പോയാൽ വ്യത്യസ്തമായൊരു പരീക്ഷണത്തിന് CSCB മുതിർന്നു എന്ന് വേണം കരുതാൻ. ഇൻഡയറക്റ്റ് ആയിട്ടാണ് പല ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. വളരെ ആഴത്തിലുള്ള ഒരു പഠനം ഇനി ആവശ്യമാണ്. അതിനായി ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ചോദ്യപേപ്പർ ആൽഫ കോഡ് D അനുസരിച്ചാണ് നോക്കുന്നത്. നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം 61. The collective settlements in Israel were known as? ആൻസർ കിബുസ് ആണ് ആൻസർ വരുന്നത്. കൊൽക്കോസ് റഷ്യയിലുള്ള കളക്റ്റീവ് ഫാംസ് ആണ് കൊൽക്കോസ്. യൂണികോപ്പ് ജപ്പാനിലാണ്. മൊഷാവ് ഇസ്രായേലിലുമാണ്. അടുത്ത ചോദ്യം 62. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ സ്വീഡൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ സ്വീഡൻ. ആൻസർ എൽഡിൻ ആണ്. ഹെൻറി ഫയോൾ നമുക്കറിയാം ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആണ്. ലിയോൺ ബംഗാൾ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ലിയോൺ. ലുസാട്ടി നമുക്കറിയാം അർബൻ ബാങ്ക്സ് ഇറ്റലിയിലെ അർബൻ ബാങ്ക്സ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലുസാട്ടി. 63-ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഹൊറേസ് പ്ലങ്കറ്റ് ദ എസൻസ് ഓഫ് കോപ്പറേഷൻ ഈസ്? ആൻസർ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ് ആണ് ആൻസർ. സർപ്ലസ് അല്ല, കമ്മീഷൻ അല്ല, പ്രോഫിറ്റ് അല്ല. ഹൊറേസ് പ്ലങ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ട് കൂടിയാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദ ICA? വിച്ച് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദ ICA? ICA രൂപീകരിച്ച കോപ്പറേറ്റീവ് കോൺഗ്രസ് ഏതായിരുന്നു എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയാം 1895 ICA രൂപീകരിച്ചത്. ലണ്ടൻ കോൺഗ്രസിൽ വെച്ചായിരുന്നു ICA രൂപീകരിച്ചത്. പാരീസ് കോൺഗ്രസിന് പ്രത്യേകതയുണ്ട്. 1937 ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത് ICA അഡോപ്റ്റ് ചെയ്തത് 1937 പാരീസ് കോൺഗ്രസിൽ വെച്ചാണ്. റോക്ക്ഡെയിൽ കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് നമ്മൾ കേട്ടിട്ടില്ല. മാഞ്ചസ്റ്റർ കോൺഗ്രസ് 1995 മാഞ്ചസ്റ്റർ കോൺഗ്രസ് ICA പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെട്ടതാണ്. ICA പ്രിൻസിപ്പിൾ, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ഇന്നത്തെ ഒരു രൂപത്തിൽ ആക്കി മാറ്റിയിരിക്കുന്നത് ഈ 1995 ICA മാഞ്ചസ്റ്റർ കോൺഗ്രസിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം. ഫ്രണ്ട്ലി സൊസൈറ്റീസ് വേർ സ്റ്റാർട്ടഡ് ഇൻ? ഫ്രണ്ട്ലി സൊസൈറ്റീസ് വേർ സ്റ്റാർട്ടഡ് ഇൻ? ആൻസർ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് ആൻസർ. പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലുമല്ല, ജപ്പാനിലുമല്ല. ഇംഗ്ലണ്ടിലാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആരംഭിച്ചത്. 66-ാമത്തെ ചോദ്യം. The agricultural, forestry and fishery cooperatives in Japan established dash for conducting foreign trade. വിദേശ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച സൊസൈറ്റി ഏതാണെന്നാണ്. അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറിയുമായി ബന്ധപ്പെട്ട വിദേശ വ്യാപാരം നടത്താൻ ആരംഭിച്ചത്, ജപ്പാനിൽ ആരംഭിച്ചത് യൂണികോപ്പാണ്. യൂണികോപ്പാണ് ആൻസർ. 1961 ആരംഭിച്ചത്. യുനെസ്കോ നമുക്കറിയാം 1945 രൂപീകരിച്ചത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് യുനെസ്കോ. CWS ഹോൾസെയിൽ സ്റ്റോർ, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണ്. KF നമുക്കറിയാം സ്വീഡനിലെ ഒരു സൊസൈറ്റിയാണ്.
കോഓപ്പറേറ്റീവ് ഫോർബഡൻറ്റ് എന്നാണ്. 1899 ആരംഭിച്ചതാണ്. സ്വീഡിഷ് കോഓപ്പറേറ്റീവ് യൂണിയനാണ് KF. അടുത്ത ചോദ്യം 67. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ വിച്ച് കൺട്രീസ് ഇൻ കൺട്രി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്ക് ഓർമ്മ വരണം ജർമ്മനിയാണ്. ജർമ്മനിയിലാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന ആപ്തവാക്യം ആദ്യമായി ഉടലെടുത്തത്. ജപ്പാനിലല്ല, UK യിലല്ല, USA യിലല്ല. ജർമ്മനി ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് എന്നും ജർമ്മനിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിലെ 2 പയനീഴ്സ് റൈഫീസ്യൻ, ഷൂൾസ്, ഇവരൊക്കെയാണ് ജർമ്മനിയിലെ 2 കോഓപ്പറേറ്റീവ് പയനീഴ്സ്. 68ാമത്തെ ചോദ്യം. സ്കോട്ടിഷ് കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ? സ്കോട്ടിഷ് കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിച്ചത് 1868ലാണ്. 1868ലാണ് സ്കോട്ടിഷ് കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിച്ചത്. 69ാമത്തെ ചോദ്യം. NCCT വാസ് റെക്കമെൻഡഡ് ബൈ ഡേഷ് കമ്മിറ്റി? NCCT റെക്കമെൻഡ് ചെയ്തത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. സ്വാമിനാഥൻ കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയോഗിച്ച കമ്മിറ്റിയാണ് സ്വാമിനാഥൻ കമ്മിറ്റി. ഗോർവാല കമ്മിറ്റിയെക്കുറിച്ച് അറിയാം. ഗോർവാല എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. കപൂർ കമ്മിറ്റി കോപ്പറേറ്റീവ് മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് കപൂർ കമ്മിറ്റി. 1999ലാണ് കപൂർ കമ്മിറ്റിയെ നിയമിച്ചത്. 2000 കപൂർ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ജേണൽ ഇൻ ദ വേൾഡ്? ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ജേണൽ ഇൻ ദ വേൾഡ് കോഓപ്പറേറ്ററാണ്. കോഓപ്പറേറ്റർ, ദ കോഓപ്പറേറ്റർ മാറിപ്പോകരുത്. ദ കോഓപ്പറേറ്ററല്ല, കോഓപ്പറേറ്ററാണ്. കോഓപ്പറേറ്റർ ഇന്ത്യയിലെ ജേണലാണ്. ദ കോഓപ്പറേറ്റർ NCA പബ്ലിഷ് ചെയ്യുന്ന ജേണലാണ് ദ കോഓപ്പറേറ്റർ. കോഓപ്പറേറ്റീവ് ഡൈജസ്റ്റ് RBIയുടെ ഒരു ജേണലായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് ജേണൽ, കേരള സഹകരണ ജേണൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെയും സഹകരണ വീതി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജേണൽസാണ്. അടുത്ത ചോദ്യം 71. ട്രൈബ്സ് ഇന്ത്യ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ട്രൈബ്സ് ഇന്ത്യ. ആ ചോദ്യത്തിൽ തന്നെ ആൻസർ കാണുന്നുണ്ട്. ട്രൈബ്സ് ഇന്ത്യ ട്രൈഫെഡിൻ്റെയാണ്. നാഫെഡ് അല്ല, ഇഫ്കോ അല്ല, ക്രിപ്കോ അല്ല. അടുത്ത ചോദ്യം. വിച്ച് സൊസൈറ്റി അണ്ടർടേക്ക് ദ പ്രൊഡക്ഷൻ ഓഫ് കയർ ഫൈബർ ഔട്ട് ഓഫ് അൺറട്ടഡ് ഹസ്ക്? ഇതിന് മലയാള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. അഴുകാത്ത തൊണ്ടിൽ നിന്നും കയർ ഉൽപ്പാദിപ്പിക്കുന്ന സഹകരണ സംഘം. ആൻസർ ഉള്ളത് കയർ ബ്രിസ്റ്റ് സൊസൈറ്റിയാണ്. പലതരത്തിലുള്ള കയർ സൊസൈറ്റീസുകളുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ തീർച്ചയായും അത് ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ് രൂപീകരിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 73. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? ആൻസർ റെയ്ഡ്കോ ആണ്. റെയ്ഡ്കോ ആണ് ഫെഡറൽ സൊസൈറ്റി. ഫെഡറൽ സഹകരണ സംഘം എന്നാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തന പരിധി വരികയും മറ്റ് സംഘങ്ങളും വ്യക്തികളും അതിലെ അംഗങ്ങൾ ആകാവുന്നതുമായ സഹകരണ സംഘങ്ങളാണ് ഫെഡറൽ സഹകരണ സംഘങ്ങൾ. ക്യാംകോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇഫ്കോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. SPS പ്രൈമറി ലെവലിലുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. റെയ്ഡ്കോ ആണ് ആൻസർ. 1972 രൂപീകരണം. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. അടുത്ത ചോദ്യം 74. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒറിജിനേറ്റഡ് ഇൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് SHG ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാൻ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ്. ആൻസർ ജപ്പാൻ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് ആണ്. അടുത്ത ചോദ്യം. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡേഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഒരു മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു സ്റ്റുഡൻസ് കോഓപ്പറേറ്റീവ് സ്റ്റോർ? സ്റ്റുഡൻസ് കോഓപ്പറേറ്റീവ് സ്റ്റോറുമായി ബന്ധപ്പെടാത്ത താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ? ആൻസർ
ഇലക്ടഡ് പ്രസിഡൻ്റാണ് ആൻസർ. സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 18 വയസ്സിന് താഴെയുള്ളവരും ഉണ്ടാകും. അപ്പോൾ മൈനേഴ്സ് തീർച്ചയായും അതിൽ മെമ്പറായിരിക്കും. ഹോണററി സെക്രട്ടറി ഉണ്ടാകും. സ്റ്റുഡൻസ് ആർ അസോസിയേറ്റഡ് മെമ്പേഴ്സും ആയിരിക്കും. അപ്പോൾ പ്രസിഡന്റിനെ അതിൽ ഇലക്ട് ചെയ്യുന്നില്ല. എക്സ് ഒഫീഷ്യോ പ്രസിഡന്റാണ് സ്കൂൾ കോളേജ് സൊസൈറ്റിയിൽ ഉണ്ടാവുക. അതൊരു സ്ഥാനമാണ്. ആരാണോ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആയി വരുന്നത് അവർക്ക് ഈ പദവി ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നു. സെക്രട്ടറി ഹോണററി ആണ്. അത് മിക്കവാറും ഒരു ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 77ാമത്തെ ചോദ്യമാണ്. വാല്യൂ കൺട്രോൾ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ്. വാല്യൂ കൺട്രോൾ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം ആണ്. ആൻസർ ബി ആണ്, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ സ്റ്റോക്ക് മെയിൻ സ്റ്റോക്കായിട്ടും റീറ്റെയിൽ സ്റ്റോക്കായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. മെയിൻ സ്റ്റോക്ക് സെക്രട്ടറിയോ അല്ലെങ്കിൽ അധികാരപ്പെട്ട വ്യക്തിയോ ആണ് കൈകാര്യം ചെയ്യുക. അവരുടെ കസ്റ്റഡിയിലാണ് മെയിൻ സ്റ്റോക്ക് ഉണ്ടാവുക. റീറ്റെയിൽ സ്റ്റോക്ക് സെയിൽസ്മാന്റെ കസ്റ്റഡിയിലും ആയിരിക്കും. അടുത്ത ചോദ്യം 78ാമത്തെ ചോദ്യം. ഹു ഈസ് ദ രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്? ഹു ഈസ് ദ രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ് ഇൻ ദ സ്റ്റേറ്റ്? ആൻസർ ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ്. ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് ആണ് ആൻസർ. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള സൊസൈറ്റീസിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൺട്രോളറാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുപോലെയുള്ള നമുക്ക് കയർ സൊസൈറ്റിയിൽ ഡയറക്ടർ ഓഫ് കയർ ഡെവലപ്മെന്റ്, ഇവർക്കാണ് കയർ ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി അപേക്ഷ നമ്മൾ നൽകുന്നത്. സാധാരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണെങ്കിൽ രജിസ്ട്രാർക്കും, കയർ സൊസൈറ്റി ആണെങ്കിൽ ഡയറക്ടർ ഓഫ് കയർ ഡെവലപ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളർ. അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഖാദി സെക്രട്ടറി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളർ. ഫിഷറീസ് സൊസൈറ്റി ആണെങ്കിൽ ഡയറക്ടർ ഓഫ് ഫിഷറീസ്. ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കയർ, ഹാൻഡ്ലൂം, ടെക്സ്റ്റൈൽ ഒഴികെ ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അപ്പോൾ രജിസ്ട്രാർ വരുന്നത് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ് രജിസ്ട്രാർ വരുന്നത്. എന്ന് പറയുമ്പോൾ കാപ്പെക്സ്, ആഗ്രോ, ഫുഡ്, ഗാർമെന്റ്, പ്രിന്റിംഗ്, ബീഡി, ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങിയ സൊസൈറ്റികളൊക്കെ ആയിരിക്കും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരിക. അടുത്ത ചോദ്യം 79. ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്? ആൻസർ നബാർഡ് ആണ്. നബാർഡാണ് ആൻസർ. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിന്റെ സൂക്ഷിപ്പുകാരൻ നബാർഡാണ്. മുൻപ് ഇത് RBI ആയിരുന്നു. നബാർഡ് രൂപീകരിച്ചതിന് ശേഷം നബാർഡിലേക്ക് അത് RBI കൈമാറിയിട്ടുണ്ട്. 12/7/1982 നബാർഡ് രൂപീകരിച്ചത് ഓർക്കുക. RBI രൂപീകരിച്ചത് വർഷം ഓർക്കുക. 1/4/1935 1 ഏപ്രിൽ 1935. NDDB 1965 NCDC 1963 രൂപീകരിച്ചത്. അടുത്ത ചോദ്യം. ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് ഡിഡക്റ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഫ്രം ഡാഷ് ഗിവൺ ടു വർക്ക് മെമ്പേഴ്സ്? ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് ഡിഡക്റ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഫ്രം ദ ഡാഷ് ഗിവൺ ടു ദ വർക്ക് മെമ്പേഴ്സ്? ആൻസർ വേജസ് ആണ്. വേജസിൽ നിന്നൊരു ചെറിയ ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് ആയി സ്വീകരിക്കുന്നു. ചോദ്യപേപ്പർ കോഡ് D പ്രകാരം ആൻസർ പ്രൊവിഷണൽ ആൻസർ കീ ഗ്രാറ്റുവിറ്റി എന്ന് കാണുന്നുണ്ട്. പക്ഷേ ആൻസർ വേജസ് എന്നാണ് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 81ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്? മത്സ്യഫെഡുമായി ബന്ധമില്ലാത്ത താഴെ പറയുന്നതിൽ ഏതാണ് ബന്ധമില്ലാത്ത? വ്യാസ സ്റ്റോറേജ്, ന്യൂട്രിഫിഷ്, ചിത്തോസൻ ഇതൊക്കെ മത്സ്യഫെഡുമായി ബന്ധപ്പെട്ടതാണ്. പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് റെയ്ഡ്കോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. റെയ്ഡ്കോ ആണ് പമ്പ് സെറ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ ചീഫ് ആക്ടിവിറ്റി ഓഫ് SC/ST ഫെഡ്? ചീഫ് ആക്ടിവിറ്റി ഓഫ് SC/ST ഫെഡ്. ഈ ചോദ്യത്തിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചീഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അഫിലിയേറ്റഡ് സൊസൈറ്റീസിന് ക്രെഡിറ്റ് നൽകുക എന്നുള്ള ഒരു കാര്യമാണ് മെയിൻ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത്. ആൻസർ
മാർക്കറ്റിംഗ് ഓഫ് മൈനർ പ്രൊഡക്ട്സ്. മാർക്കറ്റിംഗ് ഓഫ് മൈനർ പ്രൊഡക്ട്സ് ഇവരുടെ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അതുപോലെയുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസും SC/ST ഫെഡിനുള്ളത്. ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് നടത്തുന്നുണ്ട്. പഞ്ചകർമ്മ സെൻറ്റേഴ്സ് ഉണ്ട്. പെട്രോൾ പമ്പുണ്ട്. ഇത് തിരുവനന്തപുരത്ത് പെട്രോൾ പമ്പും SC/ST ഫെഡറേഷനും ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 83. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ ഹോൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ ഹോൾ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? ആൻസർ കളക്റ്റീവ് ഫാമിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ്, കളക്റ്റീവ് ഫാമിംഗ് ആണ് ആൻസർ. 84ാമത്തെ ചോദ്യം. വിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഹാസ് സൈൻഡ് MOU വിത്ത് ആൻ ഇൻഷുറൻസ് കമ്പനി ഓഫ് ജപ്പാൻ വിത്ത് എ വ്യൂ ടു എൻ്റർ ഇൻ ടു ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ? ജപ്പാനിലെ ഒരു കമ്പനിയുമായിട്ട് ഇന്ത്യയിലെ താഴെ പറയുന്ന ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് MOU സൈൻ ചെയ്തത്? MOU എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ധാരണാപത്രം എന്ന് പറയും. ഇഫ്കോയാണ് ആൻസർ വരുന്നത്. ഇഫ്കോയാണ് ആൻസർ വരുന്നത്. ജപ്പാനിലെ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 2000-ലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ പറയുന്നതിൽ ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത്? ഹാൻഡെക്സ്. ഹാൻഡെക്സ് എന്ന് പറയുമ്പോൾ അപ്പെക്സ് സൊസൈറ്റിയാണ്. കേരള ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കയർഫെഡും അപ്പെക്സ് സൊസൈറ്റിയാണ്. കോഓപ്റ്റിസ് തമിഴ്നാട്ടിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഹാൻഡ്വീവ് ആണ് ആൻസർ വരുന്നത്. ഹാൻഡ്വീവ്. ഹാൻഡെക്സ് ആരംഭിച്ചത് 1961-ലും കയർഫെഡ് 1979-ലുമാണ് ആരംഭിച്ചത്. ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത പാർട്ട് തീർച്ചയായും അടുത്ത ദിവസം തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.